ഇതാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എലി ഫെൻസിംഗ്. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിൽ അലാം അടിക്കുന്നുണ്ട്. ഇതുപോലെ പല രീതിയിലാണ് ഇത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നത്. എറണാകുളത്തെ വൈറ്റ് എലിഫന്റ് ടെക്നോളജീസ് ആണ് വനം വകുപ്പിന്റെ പിന്തുണയോടെ 70 മീറ്റർ ദൂരത്തിൽ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നത്. 8 മാസത്തിനിടയിൽ പലതവണ കാട്ടാനകൾ ഈ വേലിക്ക് സമീപത്തെത്തി തിരിച്ചുപോയി. പല തലത്തിലാണ് എലി ഫെൻസിങ്ങിന്റെ പ്രവർത്തനം. വന്യമൃഗം വേലിയുടെ 100 മീറ്റർ പരിധിയിലെത്തുമ്പോൾ തന്നെ സൈറനുകൾ മുഴക്കി പരിസരവാസികൾക്ക് മുന്നറിയിപ്പ് നൽകും. അതോടൊപ്പം ക്യാമറകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വനം വകുപ്പ് ഓഫീസിൽ ലഭിക്കും. ഇതുകൂടാതെ വേലിയിൽ സാധാരണ രീതിയിലുള്ള സോളാർ വൈദ്യുതി ലൈനുകളുണ്ട്. കാട്ടാനയ്ക്ക് തള്ളിമറിക്കാൻ കഴിയാത്ത ഇലാസ്റ്റിക് ബെൽറ്റുകൾ ഉപയോഗിച്ചാണ് ഫെൻസിങ്ങിന്റെ നിർമ്മാണം. എന്തായാലും എലി ഫെൻസിംഗ് വന്നതിന് ശേഷം ഈ വഴിയിലൂടെ കാട്ടാനകൾ ഇറങ്ങാറില്ലെന്ന് പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഒരു ധൈര്യമായി, ഇവർക്കും ധൈര്യമായി. ആന വന്ന് ഇതിലും പോകാനും പേടിയാണ്. ഇപ്പോൾ അതിലും തിരിച്ചാൽ തന്നെ പോകും. കാരണം ആനക്ക് പേടിയാണ്. ഇപ്പോൾ അത് എന്തോ സംഭവം ഉണ്ടെന്ന് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോൾ ആനെന്തെങ്കിലും വരവൊന്നുമില്ല. ചേലക്കൊല്ലിയിൽ വിജയിച്ച സംവിധാനം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തയ്യാറാണെന്ന് വൈറ്റ് എലിഫന്റ് ടെക്നോളജീസ് പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു 7-8 പ്രാവശ്യം വൈൽഡ് എലിഫൻസ് ഫെൻസിനെ ക്രോസ് ചെയ്യാൻ നോക്കിയിട്ടും അവരെ കൊണ്ട് അത് സാധിച്ചില്ല. ഇതിൻ്റെ മെയിൻ USP എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റലിജൻസും പ്ലസ് ഇതിൻ്റെ ഫിസിക്കൽ പവറുമാണ്. നിലവിൽ കോതമംഗലം ചുള്ളിക്കണ്ടത്ത് 500 മീറ്റർ നീളത്തിൽ എലി ഫെൻസിംഗ് സ്ഥാപിക്കാൻ ആലോചനയുണ്ട്. എന്നാൽ സർക്കാർ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ CSR ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമം നടക്കുകയാണ്. സ്ഥിരമായി കാട്ടാന ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു മേഖലയിലാണ് 8 മാസമായി ഈ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നത്. എലി ഫെൻസിംഗ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തയ്യാറാവുകയാണ് വനം വകുപ്പും സർക്കാരും ചെയ്യേണ്ടത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.